गर्मी बहुत गर्मिया മലയാളം അറിയോ? കുറച്ച് അറിയും അല്ലേ? ഇതന്നെട്ടോ നമ്മളെ ബായ്, ഇതാണ് ഈ സാധനം വിൽക്കണ ബായ്. ബായ് ഇതെന്താ സംഭവം? പൂര സാധ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ദിവസം ആരംഭിക്കാട്ടോ. ഇൻഷാ അല്ലാ പുറത്തേക്ക് ഇറങ്ങണേ കുറച്ച് പരിപാടികളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതെന്താ നോക്കേണ്ടത്? മാസ്കാണ് കേട്ടോ. തുറക്കട്ടെ. ഈ കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെ ബൈക്ക്, ഈ ഇലക്ട്രിക് ബൈക്ക്, ഇതൊന്നും ചെറിയൊരു പരിപാടി ഉണ്ട്, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ ബാറ്ററി ഇറങ്ങിയിങ്ങനെ സർവീസിന് കൊണ്ടുപോകണം. പെരിന്തൽമണ്ണ പോകണം. ആ വണ്ടി പെരിന്തൽമണ്ണ എന്നാണ് എടുത്ത് ആ ബൈക്ക്. അപ്പോൾ അതിൻ്റെ മൈലേജ് ഷോർട്ട് വന്നിരിക്കണം, കിലോമീറ്റർ ഓടുന്നത് ഷോർട്ട് വന്നിരിക്കണം. അതുകൊണ്ട് ഇനി സർവീസിന് കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇന്ന് ബാക്കി പരിപാടികളൊക്കെ ആരംഭിക്കണം ഇൻഷാ അല്ലാ. ഇതാണ് ഗൈസ്, ഇതാണ് ഇതിൻ്റെ ബാറ്ററി. കണ്ടല്ലേ, നല്ല വലിപ്പമുള്ള ബാറ്ററിയാണ്. അങ്ങനെ കാണിക്കുമ്പോൾ അറിയുള്ളൂ. വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഒരു തവണ കൂടി കുളിക്കേണ്ടി തോന്നുന്നുണ്ട്. കണ്ടല്ലേ, ഇതൊക്കെ പൊടിയാണ്, ആകെ പൊടി മാറിയിട്ട്. അതൊന്ന് വെച്ചിട്ട് ലിഥിയം ബാറ്ററിയാണ്, അതൊക്കെ വെച്ചിട്ട് പോകാൻ വേണ്ടി റെഡി ആകുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവില്ല, സെൽഫ് എടുക്കണില്ല, കിക്കർ അടിച്ചിട്ട് സ്റ്റാർട്ടാവണില്ല. പുതിയ വണ്ടിയാണ്, എന്ത് ചെയ്യും? ഇതാണ് ആ ഒരു മനസ്സ് വാങ്ങത്തിട്ട്. ഈ ടി വി എസിൻ്റെ ഇൻട്രോക്ക് ഇതാ 10 പൈസക്കില്ല, ഇതാ വാങ്ങിയാലൊക്കെ പോടും, ഒരു സംശയമില്ല. ഇവിടെ ഒരു അറ പോലും ഇല്ല. കണ്ടല്ലേ, സ്റ്റാൻഡും ഇടാൻ കഴിയില്ല, സെൻറ്റർ സ്റ്റാൻഡ് ഇടാൻ കഴിയില്ല. 10 പൈസക്കില്ല, ആരും വാങ്ങില്ല കേട്ടോ. ഇപ്പോൾ കണ്ടോ, പുതിയൊരു വണ്ടി സ്റ്റാർട്ടാകാതെ ഇപ്പോൾ ഞാൻ ഈ തളർന്നിരിക്കണത്, വിയർത്തില്ലേ. ഭക്ഷണം റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ ചായ കുടിച്ചിട്ടില്ല, വീട്ടിലും ആരുമില്ല. വൈഫ് കുട്ടികളൊക്കെ വൈഫ് ഹൗസിലാണ്. പിന്നെ തറവാട് വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അവിടെ പോയിട്ട് ചായയൊക്കെ കഴിച്ചിട്ട് നോക്കാം ഞാൻ സ്റ്റാർട്ടാക്കൽ. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീപ്പ് എടുത്ത് പോകും ഇൻഷാ അല്ലാ. ആളെ നമ്മളെ അനിയൻ്റെ കുട്ടിയാട്ടോ, മദ്രസ വിട്ട് വരണം ഞാൻ വരുമ്പോൾ. ഇതാണ് നമ്മളെ തറവാട് വീട് കേട്ടോ. ഇതാണ് തറവാട് വീട്. ഞാൻ കൂട്ടിരുന്നിട്ട് 2 വർഷം ആവണുള്ളൂ. അതെ, ഞാൻ പറഞ്ഞേ അങ്ങനല്ല, ചായ ഓഫാക്കി, എഞ്ചിൻ സ്വിച്ച് ഓഫാക്കി. ഇനി ചായ ഓണാക്കി. സ്റ്റാർട്ടായി. ഈർത്ത് കുഴങ്ങി 1.5 മണിക്കൂറാണ് ചെയ്തത് കേട്ടോ. അടിച്ചടിച്ച് കിട്ടി ലാസ്റ്റ്. ഞമ്മളുടെ കളി നല്ല. പിന്നെ ചുങ്കം പട്ടിക്കാട് എത്തിട്ടോ. പാണ്ടിക്കാട് കഴിഞ്ഞ് പട്ടിക്കാട്. ജാമിയ നൂരിയ അറബിക് കോളേജ് കണ്ടല്ലേ. ഇതൊക്കെ അതിൽ പെട്ടോ. ആ ഉള്ളിൽ കാണാനാണ് കോളേജ്. ഗൈസ്, ഇത് പെരിന്തൽമണ്ണ ബൈപ്പാസ് ആട്ടോ, പാലക്കാട് റോഡിലേക്ക് കൂടുന്ന. നമ്മൾ നിലമ്പൂർ ഭാഗത്തു നിന്ന് പോവുകയാണെങ്കിൽ പാലക്കാട് കോയമ്പത്തൂരൊക്കെ പോകുന്ന റൂട്ടില്ലേ, അതിലേക്ക് ചേരുന്ന ആ ബൈപ്പാസ് റോഡാണ്. അടിപൊളി സ്ഥലമാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നോക്കി, അടിപൊളി കാഴ്ച ഉണ്ട്, നല്ല രസമാണ്. ഇത് ഒത്തിരി നീളം ഒരുപാടുണ്ട്, ഒരു 2-3 കിലോമീറ്ററൊക്കെ ഇത് നേരുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ ഗൈസ്, നിങ്ങൾ കമൻ്റ് ഇടിട്ടോ, അതേപോലെ സ്കിപ്പ് ചെയ്യാതെ കാണി. നിങ്ങളിങ്ങനെ വലിച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടില്ല. അത്ര രസമുള്ളൊരു വ്ളോഗൊന്നും അല്ലെങ്കിലും കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയുള്ളൂ. ഗൈസ്, ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ വണ്ടി എടുത്തത്. ഇങ്ങോട്ടാണ് ബാറ്ററി കൊടുക്കുന്നത്. ഇനി അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെക്ക് ചെയ്തിട്ട്. ഒരുപാട് സ്ഥലത്താണ് ഇത് കാണണേ, ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഓക്കെ, ഇത് വെറുതെ കൊടുക്കണാവോ? പൂരണ വൈകിലൊക്കെ ഉണ്ട്. ഇത് കുറച്ച് ദിവസമായി കാലം തുടങ്ങിയിട്ട്. ഇതിൻ്റെ ആളൊന്നും ഇവിടെ കാണില്ല, നോക്കട്ടെ. ഗർമി ബഹുത് ഗർമിയാ. മലയാളം അറിയോ? കുറച്ച് അറിയും അല്ലേ? ഇതന്നെട്ടോ നമ്മളെ ബായ്, ഇതാണ് ഈ സാധനം വിൽക്കണ ബായ്. ബായ് ഇതെന്താ സംഭവം? പൂര സാധ ऐसा देखा है मैं ला, मैं ये सामान है ना, ऐसे सामान पूरा सड़कों में देखा है. उधर गंडोर मंजेरी रोड पूरा साइड में. तुम्हारा आदमी ज़्यादा आदमी एक टाइम में आया. ഈ ലോറിക്കൊക്കെ എന്താ വില? ലോറിക്ക് എന്താ വില വെച്ചപ്പോൾ സോനാനിമാൻ കയറി നിന്നു കേട്ടോ. എന്താ ബായ്, ഞാൻ 75 കിലോ ഉണ്ട്, ഒരു പ്രശ്നം പറ്റൂല എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. ലോറിക്ക് 500 രൂപ പറഞ്ഞത്. അതിൻ്റെ അപ്പുറത്ത് JCB ഉണ്ട്, JCBക്ക് 250. പിന്നെ കാണുന്ന ബാസ്ക്കറ്റ് ഉണ്ടല്ലോ വലുത്, അതിന് 250. പിന്നെ വേറെ ആ ചെയറിന്
100, ആ ചെറിയൊരു ബക്കറ്റില്ല അതിന് 100, ഇങ്ങനെയൊക്കെയാണ് റേറ്റ്. പിന്നെ അപ്പുറത്ത് ചെറിയ ജീപ്പുകളുണ്ട്, ആ ജീപ്പുകൾ ഉണ്ടല്ലോ ആ സൈഡിൽ, ആ ജീപ്പിനൊക്കെ 250 പറഞ്ഞത്. ഇതൊക്കെ ഒരുപാട് പൈസ കുറവ് വരും കേട്ടോ. ഇവർ പറയുന്നത് നോക്കണ്ട, അത് 100-നും 150-നൊക്കെ എല്ലാം കിട്ടും. അപ്പോൾ നോക്കിയിട്ട് വാങ്ങാം. ഗൈസ്, ഇത് നമ്മളെ മാനേജറെ പണിയാണ് കേട്ടോ. ഈ വീഡിയോസ് എടുക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ നമ്മളെ ജോലിൻ്റെ ഭാഗമായിട്ടുള്ള കണക്ക് കൂട്ടി നിൽക്കായിരുന്നു അവിടെ. ആ സമയത്ത് ഞാൻ ഫോണിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്തപ്പോഴാണ് ഇത് കാണുന്നത്. അവൻ അങ്ങനത്തെ പണിയൊക്കെ കൊടുക്കും, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ കുട്ടിയല്ലേ. ഗൈസ്, ഗേറ്റ് അടവിൽ കുടുങ്ങിയിട്ടോ. വാണിയമ്പലത്ത് ഗേറ്റ് അടവിൽ കുടുങ്ങിയാലൊരു പ്രശ്നമുണ്ട്. അധിക സമയത്തും 2 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാണ്ടാവും. അപ്പോൾ ഒന്ന് അവിടെ സ്റ്റേഷനിൽ പിടിച്ചിടുമ്പോഴും നമ്മളിവിടെ ഗേറ്റ് തുറക്കില്ല. അങ്ങനെ കുറേ സമയം ഇത് അതേപോലെ 2 വണ്ടി പോയത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഗേറ്റ് തുറന്ന് പോകാൻ കഴിയുന്നത്. തീവണ്ടി പോയി കഴിഞ്ഞിട്ടുള്ള ബ്ലോക്കാണിത് കേട്ടോ. അങ്ങനെ ഒരുപാട് ദൂരം ഉണ്ടാവുക. പിന്നെ വീട്ടിലൊന്ന് ഉച്ചക്ക് വന്നിട്ട് നേരത്തെ പറഞ്ഞില്ലേ, വൈഫും കുട്ടികളൊക്കെ അവളെ വീട്ടിലാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവരെ കൊണ്ടുവരാൻ വേണ്ടി പോകും കേട്ടോ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് രസം കിട്ടില്ല കേട്ടോ. വീഡിയോസ് സ്കിപ്പ് ചെയ്ത് കാണാതെ ഞാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, അതിങ്ങനെ വലിച്ച് കണ്ടാൽ നിങ്ങൾക്ക് രസം കിട്ടൂല, ഒരു ഐഡിയയും കിട്ടൂല. കാണുന്നവർ ഫുള്ളാക്കി കാണണം കേട്ടോ. എനിക്ക് കുറേ പൈസ ഇട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ, ഞാൻ പൈസക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നല്ല. ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾ കരുതൊന്നും വേണ്ട, അതുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ളത്. നമ്മൾ ഇഷ്ടപ്പെട്ട് കാണുന്നോല് ആ സംഗതികൾ മനസ്സിലാക്കണമെങ്കിൽ കറക്റ്റ് കാണണം. ഒരു 6 മിനിറ്റ് 5 മിനിറ്റ് 7 മിനിറ്റ് 8 മിനിറ്റ് ഒക്കെ അല്ലേ ഉള്ളൂ. എപ്പോഴേലും ഒഴിവിൽ കണ്ടാൽ മതി. ഓക്കെ, അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഇപ്പോൾ പറഞ്ഞതിന് തെറി പറയണ്ട. ബൈ ബൈ. പിന്നെ മക്കൾസിനെയും കൂട്ടി പോന്നു കേട്ടോ. കടന്നുറങ്ങാണ് ഉള്ളിൽ. ഉറങ്ങിയില്ല? ധാരാളിരിക്കണേ.